ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാർ ചെയ്യുന്നത് ഒരു മീൻ പീരയാണ്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മത്തിയാണ്. നമ്മുടെ മത്തി കൊണ്ടുള്ള മീൻ പീര നമുക്ക് തയ്യാറാക്കാം. അരക്കിലോ മത്തി എടുത്തിട്ടുണ്ട്. അത് നല്ല ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. മത്തിയുടെ ഉളുമ്പും മറ്റുമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനെ ഞാൻ ഒരു മുറി തേങ്ങ ചെരുകി ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക്, കാന്താരി മുളകൊക്കെയാണ് ഇതിന് ഏറ്റവും നല്ലത്. ഞാൻ ഇവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു 6-7 കഷ്ണം ചെറുള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി, അല്പം കറിവേപ്പില, അല്പം ഇഞ്ചി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, ചതച്ചെടുക്കാം. നമ്മളിവിടെ ഒരു ഉരുളി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. അല്പം വറ്റൽമുളക്, കറിവേപ്പില, അല്പം വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്ത്. അടുത്ത നമ്മൾ മിക്സിയിൽ തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചതച്ചത്. അടുത്തതായി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അടുത്ത നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. അടുത്ത നമുക്ക് ചെറിയ ഫ്ലെയിമിൽ നമുക്കൊരു 10 മിനിറ്റ് നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. ഏറെക്കുറെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മൂട പൊക്കി നോക്കാം. മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം.
അങ്ങനെ നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ മത്തി ഉപയോഗിച്ചുള്ള നാടൻ മീൻ പീര ഇവിടെ റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.